സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസിൽ കലകം മുറുകുന്നു. ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ മാധ്യമങ്ങളെ കാണും. കെ സുധാകരനെ എം കെ രാഘവൻ MP ഫ്ളാറ്റിലെത്തി കണ്ടു. കെ സുധാകരനെ പിന്തുണച്ചായിരുന്നു എം കെ രാഘവൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. വിജയിക്കുന്നവരെ സ്ഥാനാർത്ഥികളാക്കണം എന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് എം കെ രാഘവൻ പറയുന്നു. താൻ സീറ്റ് ചോദിച്ചിട്ടെന്നും എം കെ രാഘവന്റെ പ്രതികരണം. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ സുധാകരനെ കണ്ടു. സീറ്റ് നിഷേധിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിൽ ഡൽഹിയിലെത്തി. കോൺഗ്രസിന് രണ്ടാം ഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചേരുന്നുണ്ട്. VS ശിവകുമാർ അരുവിക്കരയിലും KS ശബരിനാഥൻ നേമത്തും സ്ഥാനാർത്ഥികളാകാൻ സാധ്യത. എറണാകുളം DCC അധ്യക്ഷൻ കൊച്ചി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നും സൂചന വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനിത വിജയും തിരുവനന്തപുരം R ശ്രീജിത്തും തത്സമയം ചേരുന്നു. ആദ്യം വിനിതയിലേക്ക്. വിനിത, കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ പിൻബലം കോൺഗ്രസ് MPമാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഗോദാവരി എന്ന സുധാകരന്റെ ഫ്ളാറ്റിന് മുന്നിലാണ്. അല്പസമയം മുൻപാണ് എം കെ രാഘവൻ MP ഇവിടെ എത്തി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ MPമാർക്കടക്കം സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ ഇരുവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. എം കെ രാഘവൻ MP ഇവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എവിടെയും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എന്നെ പരിഗണിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മണ്ഡലം നൽകണമെന്നോ ഒന്നും തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് ഇങ്ങോട്ട് ചില നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മത്സരിക്കണമെന്ന്. എന്നോട് ഇങ്ങോട്ടേക്കാണ് ചില നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ വലിയ വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായി നിന്ന് അവിടെ വിജയം ഉറപ്പാക്കണം എന്ന തരത്തിലാണ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് അത്തരത്തിലേക്കുള്ള യാതൊരു അതൃപ്തിയുമില്ല. എന്നോട് ഇങ്ങോട്ടേക്കാണ് സീറ്റ് നൽകാമെന്നും മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അന്തിമ തീരുമാനം എല്ലായ്പ്പോഴും ഹൈക്കമാൻഡിൻ്റെതാണല്ലോ. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ കെ സുധാകരൻ അടക്കമുള്ള എല്ലാ MPമാരും അത് അനുസരിക്കേണ്ടതായിട്ട് വരും. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടതായിട്ട് വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ഇത്തരത്തിലേക്കുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നും ഈ കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സീറ്റ് ലഭിക്കാത്തതിൽ ഏലത്തൂർ ഉൾപ്പെടെയുള്ള കോഴിക്കോട് നോർത്ത് അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയത്. ഞാനങ്ങനെ എവിടെയും ഒരു സന്നദ്ധത അറിയിച്ചിട്ടില്ല. എന്നോട് ചില നേതാക്കൾ ഇങ്ങോട്ടേക്കാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ സീറ്റ് ഇല്ല എന്ന് പറയുന്നു. അതിൽ തനിക്ക് അതൃപ്തിയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. കാരണം നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം കെ സുധാകരൻ ഇപ്പോഴും ഫ്ളാറ്റിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം എപ്പോൾ കാണുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എപ്പോഴുണ്ടാകുമെന്നോ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത ആയിട്ടില്ല. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു സമയമോ ഒരു ഔദ്യോഗിക അറിയിപ്പോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് ഇന്നലെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. അതേസമയം സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനുമായി സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകരുത് എന്നൊരു ആവശ്യമാണ് നേതാക്കൾ കെ സുധാകരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ആ ആവശ്യത്തെ ഏത് രീതിയിൽ കാണും, അതിനെ അദ്ദേഹം അംഗീകരിക്കുമോ അല്ലെങ്കിൽ കടുത്ത നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്നൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഏതാണെങ്കിലും നേതാക്കൾ ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.